അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ശരി ഉത്തരം ബാരോമീറ്റർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ശരി ഉത്തരം ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. ചിറാപുഞ്ചി ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്താണ്? ശരി ഉത്തരം മേഘാലയ. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ശരി ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്? ശരി ഉത്തരം പയ്യാമ്പലം. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ശരി ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ഇറോം, ഷാനു, ശർമിള ഏതു സംസ്ഥാനത്തു നിന്നുള്ള സമരനായികയാണ്? ശരി ഉത്തരം മണിപ്പൂർ. കേരളത്തിൽ ജന്മിത്ത സമ്പ്രദായം അവസാനിപ്പിച്ച ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം? ശരി ഉത്തരം 1970. താഴെ പറയുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടാത്തത്? ശരി ഉത്തരം കാവേരി. വിവരാവകാശ അപേക്ഷയിൽ തീർപ്പു കൽപ്പിക്കേണ്ട സമയപരിധി എത്ര? ശരി ഉത്തരം 30 ദിവസം. സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? ശരി ഉത്തരം 25 വയസ്സ്. കുറ്റം ചെയ്യാത്ത ഒരാളെ ജയിലിലടച്ചാൽ അയാൾക്ക് സമീപിക്കാവുന്നത് എവിടെ? ശരി ഉത്തരം മനുഷ്യാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ശരി ഉത്തരം 2005. പല്ലുകൾക്ക് തിളക്കം വരാൻ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന വസ്തു ഏത്? ശരി ഉത്തരം കാൽസ്യം ക്ലോറൈഡ്. വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ശരി ഉത്തരം ലെഡ്. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം? ശരി ഉത്തരം ഹൈഗ്രോമീറ്റർ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം? ശരി ഉത്തരം ടൈറ്റാനിയം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏത്? ശരി ഉത്തരം വ്യാഴം. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത്? ശരി ഉത്തരം വിറ്റാമിൻ കെ. വനഭൂമി ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ശരി ഉത്തരം മധ്യപ്രദേശ്. ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഏത്? ശരി ഉത്തരം വിറ്റാമിൻ സി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം? ശരി ഉത്തരം 1400 ഗ്രാം. പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാൻ ആര്? ശരി ഉത്തരം അയ്യൻകാളി. മനുഷ്യന്റെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്ര? ശരി ഉത്തരം 20. മലബാർ ലഹള നടന്ന വർഷം ഏത്? ശരി ഉത്തരം 1921. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പനിയേത്? ശരി ഉത്തരം എലിപ്പനി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത്? ശരി ഉത്തരം കുരുമുളക്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ? ശരി ഉത്തരം തിരൂർ ബേപ്പൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള ഏത്? ശരി ഉത്തരം നെഹ്റു ട്രോഫി വള്ളംകളി. 2020 ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ച്? ശരി ഉത്തരം ടോക്കിയോ.
ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? ശരി ഉത്തരം ജവഹർലാൽ നെഹ്റു. വൈദ്യുതോൽപാദനത്തിന് ആശ്രയിക്കുന്ന സ്രോതസ്സുകളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത് ഏത്? ശരി ഉത്തരം ജലവൈദ്യുതി. സാക്ഷരതാ ശതമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത്? ശരി ഉത്തരം ബീഹാർ. കെയർ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ശരി ഉത്തരം തകഴി. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം ഏത്? ശരി ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ശരി ഉത്തരം 1857. ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള ആരക്കാലുകളുടെ എണ്ണം എത്ര? ശരി ഉത്തരം 24. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വനിത ആര്? ശരി ഉത്തരം സരോജിനി നായിഡു. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശരി ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം ഏത്? ശരി ഉത്തരം കാശ്മീർ. 2014 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനുപയോഗിച്ച പന്തിന്റെ പേര്? ശരി ഉത്തരം ബ്രസൂക്ക. ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന ഒമേഗ 3 ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യം ഏത്? ശരി ഉത്തരം മത്തി. സുഗന്ധവ്യഞ്ജനോൽപാദനത്തിൽ കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല ഏത്? ശരി ഉത്തരം ഇടുക്കി. കേരളത്തിന്റെ തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതം ഏത്? ശരി ഉത്തരം നെയ്യാർ. കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടാത്തത് ഏത്? ശരി ഉത്തരം പീഠഭൂമി. മാമാങ്കം നടന്നിരുന്നത് ഏത് നദിയുടെ തീരത്താണ്? ശരി ഉത്തരം ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ശരി ഉത്തരം ആനമുടി. ഏതു കായലിന്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്? ശരി ഉത്തരം വേമ്പനാട്ടുകായൽ. ഒരു സ്വകാര്യ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷം? ശരി ഉത്തരം 15. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വാഹനാപകടത്തിൽ മരിക്കുന്ന രാജ്യം ഏത്? ശരി ഉത്തരം ചൈന. ലെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്ക്? ശരി ഉത്തരം അല്ലു അർജുൻ. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആര്? ശരി ഉത്തരം വൈ ചന്ദ്രചൂഡ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏത്? ശരി ഉത്തരം ഭൂട്ടാൻ. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആര്? ശരി ഉത്തരം എൻ ഷംസീർ. കേരളത്തിലെ ജനകീയമായ ക്ഷേത്രകല? ശരി ഉത്തരം ഓട്ടൻതുള്ളൽ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപ് ഏത്? ശരി ഉത്തരം ലക്ഷദ്വീപ്. ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞത് ഏത്? ശരി ഉത്തരം ജലഗതാഗതം. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ജില്ല? ശരി ഉത്തരം പത്തനംതിട്ട. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ശരി ഉത്തരം കേളപ്പൻ. വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത്? ശരി ഉത്തരം
എഡ്യൂസാറ്റ്. കേരളത്തിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കാണപ്പെടുന്ന ജില്ല. ശരി ഉത്തരം പാലക്കാട്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ് എങ്കിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ശരി ഉത്തരം പേരാൽ. ബുക്കർ സമ്മാനം നേടിയ കേരളീയ വനിത. ശരി ഉത്തരം അരുന്ധതി റോയ്. ഭൂചലനം അളക്കുന്നതിനുള്ള ഉപകരണത്തിന്റെ പേര്. ശരി ഉത്തരം സീസ്മോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ നാഷണൽ ഹൈവേ ഏതാണ്? ശരി ഉത്തരം NH-47A. ചരിത്ര പ്രസിദ്ധമായ ചേരമാൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരി ഉത്തരം കൊടുങ്ങല്ലൂർ. താഴെ പറയുന്ന ജില്ലകളിൽ ഏതിലാണ് രത്നക്കല്ലുകളുടെ നിക്ഷേപമുള്ളത്? ശരി ഉത്തരം തിരുവനന്തപുരം. ഇന്ത്യൻ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് H.G. വെൽസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ശരി ഉത്തരം അശോകൻ. ഗാന്ധിജിയുടെ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ശരി ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ കറുത്ത വളയം സൂചിപ്പിക്കുന്നത് ഏത് വൻകരയാണ്? ശരി ഉത്തരം ആഫ്രിക്ക. അഗ്നിപർവ്വതങ്ങളില്ലാത്ത വൻകര ഏത്? ശരി ഉത്തരം ആസ്ട്രേലിയ. പന്തളം കേരളവർമ്മ സ്വീകരിച്ചിരിക്കുന്ന തൂലികാനാമം ഏതാണ്? ശരി ഉത്തരം കവി തിലകൻ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയത് ആരാണ്? ശരി ഉത്തരം D. ഉദയകുമാർ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ റാണി എന്ന് അറിയപ്പെടുന്ന വനിത ആര്? ശരി ഉത്തരം അരുണ ആസിഫ് അലി. ദീനബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ശരി ഉത്തരം C.F. ആൻഡ്രൂസ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ് ആയിരുന്ന വ്യക്തി ആര്? ശരി ഉത്തരം E.M.S. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ മൃഗം? ശരി ഉത്തരം ചീറ്റപ്പുലി. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നതാര്? ശരി ഉത്തരം P.T. ഉഷ. ടാനിൻ ഏതു വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്ന ഉത്പന്നമാണ്? ശരി ഉത്തരം കശുവണ്ടി. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല? ശരി ഉത്തരം എറണാകുളം. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി താഴെ പറയുന്നവയിൽ ഏതാണ്? ശരി ഉത്തരം കടൽക്കുതിര. ഇന്ത്യയുടെ ദേശീയ കായിക ഇനം? ശരി ഉത്തരം ഹോക്കി. മനുഷ്യശരീരത്തിലെ എല്ലിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകം ഏത്? ശരി ഉത്തരം കാൽസ്യം. കർഷകരുടെ മിത്രമായ മണ്ണിരയുടെ ശ്വസനാവയം? ശരി ഉത്തരം ത്വക്ക്. ഭൂഗർഭശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് എന്ത്? ശരി ഉത്തരം ജിയോളജി. ശരീരത്തിൽ മുറിവ് പറ്റിയാൽ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ശരി ഉത്തരം വൈറ്റമിൻ കെ. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? ശരി ഉത്തരം കൊൽക്കത്ത. കോഴിക്കോടിനെപ്പറ്റി പരാമർശിച്ച ആദ്യ സഞ്ചാരി ആരാണ്? ശരി ഉത്തരം ഇബൻ ബത്തൂത്ത. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നയിച്ചതാരാണ്? ശരി ഉത്തരം കെ. കേളപ്പൻ. തിരുവിതാംകൂറിൽ നക്ഷത്ര ബംഗ്ലാവ് പണി കഴിപ്പിച്ച മഹാരാജാവ് ആര്?
ശരി ഉത്തരം. സ്വാതി തിരുനാൾ. ലോകത്തിന്റെ പഞ്ചസാരക്കലവറ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ശരി ഉത്തരം. ക്യൂബ. ഇന്ത്യയിലെ പ്രമുഖ ദിനപത്രമായ ഹിന്ദു പ്രസിദ്ധീകരിക്കുന്നത് ഏത് നഗരത്തിൽ നിന്നാണ്? ശരി ഉത്തരം. ചെന്നൈ. കേരളത്തിലെ ഗിരിവർഗ വിഭാഗക്കാരുടെ ഇടയിൽ ശ്രദ്ധേയമായ നർത്തരൂപമേത്? ശരി ഉത്തരം. മൂടിയാട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എവിടെയാണ്? ശരി ഉത്തരം. സൈലന്റ് വാലി. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം? ശരി ഉത്തരം. കേരളം. ഡൽഹിയിലെ ചെങ്കോട്ട പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ശരി ഉത്തരം. ഷാജഹാൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ശരി ഉത്തരം. ഗംഗ. ആഗാഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം. ഹോക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ശരി ഉത്തരം. ഗുജറാത്ത്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം? ശരി ഉത്തരം. കൊൽക്കത്ത.